Hi friends, good morning all. Welcome to my YouTube channel. Let's discuss first year BA BSc degree examination part 1 English paper 2 novel functional grammar and communicative skills. Your exam is on July 10th. Okay, let's discuss with the question paper. So I think total 75 marks which is for grammar and 25 marks is only for Wuthering Heights by the classical writer Emily Bronte, Victorian novelist Emily Bronte. And you have to write one essay and two short questions from that great classic work, and again which is only for 25 marks. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വതറിംഗ് ഹെഡ്സ് എന്ന് പറയുന്ന എമിലി ബ്രോണ്ടി എന്ന് പറയുന്ന വിക്ടോറിയൻ നോവലിസ്റ്റിൻ്റെ ക്ലാസിക് വർക്കാണ് ഏതാ ഈ വതറിംഗ് ഹെഡ്സ്. അപ്പോൾ ആ വതറിംഗ് ഹെഡ്സിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, 15 മാർക്സിന്. ആൻഡ് 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് വർക്ക്, 5 മാർക്സ് ഈച്ച്, ടോട്ടൽ 10 മാർക്സ്. അപ്പോൾ 10 മാർക്സിന് 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഭയങ്കര സിമ്പിളാണ് നോവൽ, വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ് ആൻഡ് ഭയങ്കര ഈസി ആയിട്ട് നമുക്കതിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു എസ്സേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. ഒത്തിരി എസ്സേസ് അവർക്ക് റീഡ് ചെയ്യാനും കൊടുക്കും. ഒരൊറ്റ എസ്സേ, ആ ഒരു എസ്സേ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് അല്ലാതെ വരുന്ന നമ്പർ ഇട്ടിട്ട് ആ ഒരു എസ്സേ എഴുതിയാൽ മതി. 15 മാർക്സിൽ ഒരു 12 മാർക്സ് 13 മാർക്സ് മസ്റ്റായിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ആ എസ്സേക്കുള്ളിൽ തന്നെ ബാക്കി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോക്ക്വുഡാണ് ആ ഒരു നരേറ്റർ ഓഫ് വതറിംഗ് ഹെഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെല്ലി ഡീൻ അനദർ നരേറ്റർ ഉണ്ട്. നെല്ലി ഡീൻ എന്ന് പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ നരേറ്റ് ചെയ്യുന്നു. ലോക്ക്വുഡിന് പറഞ്ഞു കൊടുക്കുക പാസ്റ്റിലെ കാര്യങ്ങൾ. ആൻഡ് ദിസ് ലോക്ക്വുഡ് എന്ന് പറയുന്നത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ റീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മാരേജ് ബിറ്റ്വീൻ യങ് കാതറിൻ ആൻഡ് ഹൈറ്റൺ, ദ റോൾ ആൻഡ് ക്യാരക്ടർ ഓഫ് ഹിൻഡിൽ, ഇങ്ങനെ വരുന്ന കുറച്ച് ഒരു 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. 2 എസ്സേസ് ചോദിക്കും. ഒരൊറ്റ എസ്സേ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 25 മാർക്സ് ഈസ് ഫോർ നോവൽ വതറിംഗ് ഹൈറ്റ്സ് ബൈ എമിലി ബ്രോണ്ടി, the most renowned Victorian novelist. And next is 75 marks for grammar. First one is comprehension. Read the following passage and answer the questions, each in a sentence or two. നിങ്ങൾക്കൊരു പാരഗ്രാഫ് കൊടുത്തേക്കും, കോംപ്രിഹെൻഷനാണ്, ഒരു പാരഗ്രാഫ് കൊടുത്തേക്കും. ആ പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിട്ട് ആൻഡ് ആഫ്റ്റർ റീഡിങ് ദിസ് പാരഗ്രാഫ് ഓർ പാസേജ് നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് 2 മാർക്സ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 ടൈംസ് ഒക്കെ പാസേജ് വായിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അങ്ങനെ നിങ്ങൾ പോകണ്ട, കാരണം നിങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് ഒരു 3 അവേഴ്സേ ഉള്ളൂ. എസ്സേയും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഗ്രാമർ പോർഷൻസ് ഒത്തിരി എഴുതാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പാസേജിലൂടെ ഗോ ത്രൂ ദാറ്റ് പാസേജിലൂടെ മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ എഴുതുക. കഴിയുന്നതും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ആൻസർ എഴുതാൻ നോക്കണം. ഇൻ കേസ് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളത് നോക്കി എഴുതിയാൽ മതിയാവും. അതിൽ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. നെക്സ്റ്റ് ഈസ് 4th ക്വസ്റ്റ്യൻ ഈസ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, സോറി, ലെറ്റർ റൈറ്റിംഗ്. You are the Arts Club secretary of your college. Write a letter to a famous writer inviting him to inaugurate the Arts Club. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് നോക്കിയാൽ ഓറിട്ടൊക്കെ ചോദിക്കും, ഇൻഫോർമലും ഫോർമലും ഒക്കെ. അപ്പോൾ ഇത് വരുന്നത് ഒരു ആർട്സ് ക്ലബ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമസ് റൈറ്ററിനെ ഇൻവൈറ്റ് ചെയ്യുക. സോ അത് ഇൻഫോർമൽ ലെറ്റർ അല്ല, ഫോർമൽ ലെറ്ററിൽ വരുന്നതാണ്. 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇൻഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ്. പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചാൽ മാർക്സ് തരുമെന്നൊക്കെയാണ് സം സ്റ്റുഡൻസ് തിങ്ക് ചെയ്യുന്നത്. ബട്ട് അതൊരു ഫൂളിഷ് തോട്ടാണ്. കാരണം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് എഴുതി വെച്ചാൽ മാത്രം മാർക്സ് കിട്ടത്തില്ല.
ഓക്കെ, അതിൽ കണ്ടൻറ് ഉണ്ടാവണം, എന്നാലേ അതിന് മാർക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്, അവർ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒത്തിരി ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫോമാറ്റ് ഓഫ് ഫോമൽ ലെറ്റർ ആൻഡ് ഫോമാറ്റ് ഓഫ് ഇൻഫോമൽ ലെറ്റർ കേട്ടോ. നെക്സ്റ്റ് ഈസ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇമാജിൻ ദാറ്റ് യു ആർ എ ജേർണലിസ്റ്റ് ഇൻ എ reputed newspaper. Prepare a newspaper report of a student's strike in the city. 10 മാർക്സിനാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഒരു സെൻറ്ററിലായിട്ടൊരു ഹെഡിങ് കൊടുക്കണം, ഒരു ക്യാച്ചിങ്, ഒരു സ്ട്രൈക്കിംഗ് അട്രാക്റ്റീവ് ഹെഡിങ് ആയിരിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്ലേസ് കോമ ഡേറ്റ് കോളൻ. റിപ്പോർട്ട് എഴുതുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കണം. നിങ്ങൾ ഒത്തിരി റിപ്പോർട്ട് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. അതും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒരു 7-8 മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് റിപ്പോർട്ട് റൈറ്റിങ്ങിൽ. പിന്നെ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീറൈറ്റ് ആസ് ഡിറക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് 6th എ പോർഷനുണ്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബി പോർഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എ പോർഷനിൽ വരുന്നതാ. ഫസ്റ്റ് വൺ ഈസ് someone has stolen my watch. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ് ഫസ്റ്റ് പാസീവ് വോയിസ് ആണെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. someone has stolen my watch. someone subject, has stolen is verb, my watch is object. how to identify the object എന്നാ. നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? someone has stolen what? വോട്ട് എന്ന് ചോദിച്ചാൽ വേർബിനോട് കൂടി വോട്ട് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനൊരു ആൻസർ ഉണ്ടെങ്കിൽ അതാണ് ഒബ്ജക്റ്റ്. ഓർ ഹൂം എന്ന് ചോദിക്കാം. സംടൈംസ് വാട്ട് ആൻസർ ഇല്ല, ഹൂം ആൻസർ ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പം മൈ വാച്ച് ഹാസ് ബീൻ സ്റ്റോളൻ ബൈ സമ്മൺ അവോയ്ഡ് ചെയ്യാം. സമ്മൺ, പീപ്പിൾ, നോവൺ വരൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മൈ വാച്ച് ഹാസ് ബീൻ സ്റ്റോളൻ. നെക്സ്റ്റ് ഈസ് ചേഞ്ച് ഇൻ ടു ആക്റ്റീവ് വോയിസ്. The victims of the accident were examined by the doctor. at ഫസ്റ്റ് നിങ്ങൾ വേർബ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ഒത്തിരി സ്റ്റുഡൻസ് നമ്മൾ എത്ര വേണോ പാസീവിലോട്ട് ചേഞ്ച് ചെയ്യും, ബട്ട് ആക്റ്റീവിലോട്ട് ചേഞ്ച് ചെയ്യാൻ വരുമ്പോഴേ ഒരു കൺഫ്യൂഷൻ. വേറൊന്നുമില്ല, നമ്മൾ ചെയ്തതിനെ നേരെ റിവേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. The victims of the accident were examined by the doctor. അപ്പോൾ ദ ഡോക്ടർ എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് കിട്ടി. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക വെയർ എക്സാമിൻഡ്. വെയർ എക്സാമിൻഡ് എന്ന് വരണമെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ആൻസറിൽ പാസ്റ്റ് ടെൻസ് ആയാൽ മതി. മനസ്സിലായോ? നമുക്കറിയാം പാസ്റ്റ് ടെൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോഴാണ് നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 ആഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ വെയർ പ്ലസ് V3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ദ ഡോക്ടർ എക്സാമിൻഡ് ദ വിക്ടിംസ് ഓഫ് ദി ആക്സിഡൻറ്റ്. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് വരുന്നത് ടെൻസ് എഴുതാനാണ്. ദ പേഷ്യൻ്റ് ഡൈ ബിഫോർ ദ ഡോക്ടർ അറൈവ്. അപ്പോൾ ഇത് 2 ആക്ഷൻസ് വരുന്ന സെൻറ്റൻസ്. ഇങ്ങനത്തെ സെൻറ്റൻസാണ് മിക്കവാറും അല്ല റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇങ്ങനത്തെ സെൻറ്റൻസസാണ്. പക്ഷേ മീനിങ് ചേഞ്ച് ആയിരിക്കും. ട്രെയിനിൻ്റെ കാര്യം ചോദിക്കാം, ടീച്ചറിൻ്റെ കാര്യം ചോദിക്കാം. ഇതിപ്പോൾ ഡോക്ടർ പേഷ്യൻ്റാണ്. ദ പേഷ്യൻ്റ് ഡൈ ബിഫോർ ദ ഡോക്ടർ അറൈവ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഡൈ എന്നുള്ളതാണ് അല്ലേ? ഡോക്ടർ എത്തിച്ചേരുന്നതിന് മുന്നേ പേഷ്യൻ്റ് എന്ത് ചെയ്തു? മരിച്ചു പോയി എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ഈസ് ഓൾവേസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. that had plus V3. The patient had died before the doctor. Second action must be in simple past. Before the doctor arrived. Okay, clear ആയെന്ന് വിശ്വസിക്കുന്നു. The patient had died before the doctor arrived. Next is also tense വരുന്നത് കേട്ടോ. യൂഷ്വലി വന്നിട്ടുണ്ട്. യൂഷ്വലിയൊക്കെ വരുന്ന സിമ്പിൾ പ്രസൻറ്റിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യുക, പിന്നെ കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യുക, പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക, പിന്നെ പോസിറ്റീവ് ഡിഗ്രി. ഇതിപ്പോൾ രാജു ഈസ് ക്ലവറർ ദാൻ രാമു. രണ്ട് പേഴ്സൺസ്, 2 നെയിംസ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സെക്കൻഡ് നെയിം ഫസ്റ്റ്, സെക്കൻഡ് സബ്ജക്റ്റ് ഫസ്റ്റ്. അപ്പോൾ രാമു ഈസ് നോട്ട് സോ ക്ലവർ അസ് രാജു എന്ന്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ള നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ.
Next is articles. Next is reporter speech. Next is preposition. Next is negative form. Affirmative sentence എന്ന് ചോദിക്കും sometimes. Affirmative means positive sentence എന്ന്. Next is to, use of to. Next is if clause, conditional clause. And A part 15 questions, 15 marks. And next is B. Rewrite the following sentences correcting the grammatical mistakes. അപ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആയിരിക്കും, ഗ്രാമറിലുള്ള മിസ്റ്റേക്സ് വരുന്ന സെൻറ്റൻസസ് ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഹിസ് ഓഫീസ് സിൻസ് 6 years. ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ സിൻസ് അല്ല, ഫോർ ആണ് യൂസ് ചെയ്യാനുള്ളത്. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരത്തുള്ളൂ, സിൻസ് വരത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഹിസ് ഓഫീസ് ഫോർ 6 years. Either John or his friends has broken the window. Either എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട് കേട്ടോ. Either John or his friends have broken the window. Either or, neither nor കൊണ്ട് രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ വെർബ് എപ്പോഴും എഗ്രി ചെയ്യുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പോൾ ഈദർ ജോൺ ഓർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സോ ആൻസർ ഈസ് ഹാവ് ബ്രോക്കൺ ദി വിൻഡോ. നെക്സ്റ്റ് ഈസ് ജോൺ യൂഷ്വലി ഗോട്ട് അപ്പ് അറ്റ് 5 o'clock in the morning these days. യൂഷ്വലി വന്നാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഗെറ്റ്സ് അപ്പ് എന്നുള്ളതായിട്ട് മാറും. വി ഡോണ്ട് ഗോട്ട് എനി മോർ ഇൻഫോർമേഷൻസ് എന്നുള്ള യൂസേജ് ഇല്ല, ഓൺലി ഇൻഫോർമേഷൻ. ഹി റിപ്പീറ്റഡ് ദ സെയിം സ്റ്റോറി അഗെയിൻ, അല്ലേ? റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഗെയിൻ ചെയ്യുക എന്നാ. സോ ഹി റിപ്പീറ്റഡ് ദ സെയിം സ്റ്റോറി എന്നാ. ആൻഡ് നെക്സ്റ്റ് ഈസ് 5 marks ഫോർ correct the following sentences correcting the grammatical mistakes. And the 7th one is write 5 sentences about an accident you have seen. സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 sentences, 5 or 6, 7, 8 എഴുതാം. അത് 1, 2, 3, 4, 5 എന്നല്ല, ഒരു ഒറ്റ പാരഗ്രാഫായിട്ട് ഒരു 6, 7 എഴുതാം, സെൻറ്റൻസസ് എഴുതാം. 10 ആയാലും പ്രോബ്ലം ഇല്ല, 5 കുറയാൻ പാടില്ല, മോർ ദാൻ 10 ആകണ്ട, ഒരു പേജൊക്കെ എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡയലോഗ് റൈറ്റിംഗ്, കോൺവെർസേഷനാണ് വരുന്ന 5 marksന്. യു ആർ അറ്റ് ദ റിസപ്ഷൻ ഓഫ് എ ഹോട്ടൽ where you intend to stay for 2 days. Write a conversation between you and the receptionist. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൺവെർസേഷനൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈസ് 9th one is you are participating in a group discussion. The topic is problems caused by plastic waste. Write a speech of 5 sentences expressing your views. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ BCom സ്റ്റുഡൻസിന് വരുന്നില്ല, ഓൺലി BA സ്റ്റുഡൻസിന് മാത്രമേ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നുള്ളൂ. അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് 10th one is give phonemic transcription of the following words. അപ്പോൾ അതിൽ തന്നെ A part ഉണ്ട്, B part ഉണ്ട്. First one is phonemic transcription only. You have to just transcribe the words. And next is give the primary stress. അപ്പോൾ നെക്സ്റ്റ് പ്രൈമറി സ്ട്രെസ് മാർക്ക് ചെയ്യാനാ. ഈ പ്രൈമറി സ്ട്രെസ്സിൽ ഫസ്റ്റ് വൺ ഈസ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ, അപ്പോൾ 2 syllables അതിൽ വരുന്നത്. 2 syllables ആണ്. നൗൺ ആണെങ്കിൽ ഫസ്റ്റ് സിലബിളിൽ സ്ട്രെസ് മാർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ ഒക്കെ നൗൺ ആണ്. 2 syllable ഉണ്ട്. ഡൈസിലബിക് ആണ് നൗൺ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിലബിളിൽ തന്നെ സ്ട്രെസ് മാർക്ക് ചെയ്യുക. അതുപോലെ അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡിയുടെ മേളിലാണ് സ്ട്രെസ് വരാനുള്ളത്. ആ നിങ്ങൾ സ്ട്രെസ് മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് സ്ട്രെസ് മാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ മാർക്ക് ദി പ്രൈമറി സ്ട്രെസ് എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ പ്രൈമറി സ്ട്രെസ് മാത്രം മാർക്ക് ചെയ്യുക. ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് വീക്ക് പ്രിഫിക്സ് ആണ്. സോ സ്ട്രെസ് വരുന്ന ഏതിലാണ്, സിയുടെ മേളിലാണ്, ഇൻക്ലൂഡ്. ഓക്കെ, അപ്പോൾ അതുപോലെ സ്ട്രെസ്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേപ്പർ ഡിസ്കഷൻ ഓഫ് ഗ്രാമർ പേപ്പർ 2. ഓക്കെ, ജൂലൈ 10th എക്സാം. ഇത് BComൻ്റെ അല്ല, BAയുടെ മാത്രമാണ്. BComൻ്റെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നത് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ്
ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ കറക്റ്റ് ചെയ്ത് അയക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ മേഴ്സി ചാൻസിനുള്ള ക്ലാസ്സസും ആഫ്റ്റർ ജൂലൈ 10 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവരുടെ റിസൾട്ടും ഇതുപോലെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.